Hello friends, welcome back to my channel Nibiya's World. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അൺബോക്സിങ് മാത്രമല്ല, ഈ ഒരു ഐറ്റം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുകൂടി നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു സ്പ്രൗട്ട് മേക്കറാണ്. സ്പ്രൗട്ട് മേക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ കടല, പയറ്, ഉഴുന്ന് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ മുളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇത് വെറും ഒരു പേപ്പർ ഷീറ്റാണ്. ഇത് ജസ്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ കണ്ണിനൊരു സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്നു എന്ന് മാത്രം. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിൽ തട്ടിൽ ഇതുപോലൊരു ക്യാപ്പുണ്ട്. അത് നമുക്ക് ഊരി മാറ്റാം. അത് എന്തിനാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പീസ് കടല, ചെറുപയർ, മുതിര. എൻ്റെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് എന്നുകൂടി നോക്കാം. അതുമാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും മുളപ്പിക്കാനായിട്ട് ഇങ്ങനെ ധാന്യങ്ങൾ ഇടുന്ന സമയത്ത് കഴുകിയതിന് ശേഷം മാത്രമേ ഇടാവൂ. കാരണം നമ്മളത് മുളച്ചതിന് ശേഷം എടുത്ത് കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മുളകളൊക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. അതിപ്പോൾ ഈ പാത്രം എന്നല്ല, എവിടെ നമ്മൾ മുളപ്പിക്കാനായിട്ട് ഇട്ടാലും. ഇപ്രാവശ്യം നമ്മുടെ കൂടെ വീഡിയോയ്ക്ക് സുൽത്താനും ഉണ്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് വീഡിയോയിൽ ഒരു സൈഡിലായിട്ട് സുൽത്താനയും കൂടി ഇരുത്തണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഇനി ഇവരെ പോയി കൂട്ടിന്ന് വിളിച്ചുകൊണ്ട് വന്ന് അവളെയും കൂടി നോക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് വിളിക്കാത്തത്. അപ്പോൾ ഇന്ന് എനിക്ക് സമയമുണ്ടായിരുന്നു. ഇന്ന് പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടാട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കാൻ പറഞ്ഞെടുത്തൊന്നും ഇവളിരിക്കില്ല. ഇങ്ങനെ ചുറ്റി നടക്കും, ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഇന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കണതാണ്. ഒരു പാത്രത്തിൽ അവളുടെ ഫുഡും കൂടി വെച്ചിട്ടുണ്ട്. തല മാറ്റി കൊണ്ടുപോകണുണ്ടോ? വേണ്ടാന്നാ പറയണത്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഇവളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇരിക്കും. പിള്ളകളി കണ്ടാൽ അന്ന് പണിയില്ല എന്ന് പറയില്ലേ. അപ്പോൾ വീഡിയോ പിടുത്തം നടക്കില്ല. അല്ലേലും സുൽത്താനെ കൊണ്ടുവരുന്നത് ഇവർ കുറച്ച് നേരത്തേക്ക് വീടിനകത്തേക്ക് കൊണ്ടുപോകാൻ കുറേ കെഞ്ചി കഴിയുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വരും, എൻ്റെ പണിയെല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുവന്നാൽ പിന്നെ ഞാനും ഇങ്ങനെ ആ കളി കണ്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ സമയം പോകണ്ട. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ തട്ട് നമ്മൾ വെച്ചു. അതിനിടയ്ക്ക് ഞാൻ സുൽത്താനെ ഇരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കവർ അവിടെ കൊണ്ടുവച്ചു. കാരണം ഇവക്ക് ഈ ടേബിളിലിരിക്കുന്ന സമയത്ത് കാലവിടെ ഇങ്ങനെ സ്ലിപ്പായിട്ടാണെന്ന് തോന്നുന്നു, ഇരിപ്പ് സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലെത്തിയത്. പയർ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ സുൽത്താന്. കണ്ടോ, അവളുടെ ഫുഡ് കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ തട്ടിൽ നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പീസ് കടല ഇടാം. അതും സുൽത്താൻ ഒന്ന് കൊടുത്തു നോക്കാം ഇഷ്ടമാണോ എന്ന്. കുറച്ച് നേരം ആലോചിച്ചിട്ട് അതും അവൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഉരുണ്ടുപോയി. സത്യത്തിൽ പീസ് കടല ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ടും കൊടുത്ത സമയത്ത് ഇത് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇരുന്നതിലും അവൾക്ക് കൊടുക്കുമ്പോൾ കഴിക്കുന്നത് പീസ് കടലയാണ്. ഇനി നമുക്ക് അടുത്ത തട്ട്, മൂന്നാമത്തെ തട്ട് വെച്ചിട്ട് അതിലേക്ക് മുതിരയും പീസ് കടലയും ഇട്ട് കൊടുക്കാം. ഇതെന്താ പറ്റിയെന്നറിയോ, 3 തട്ട് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഓരോ തട്ടിലും 3 തട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. പക്ഷേ ഏറ്റവും താഴത്തെ തട്ടിൽ വെള്ളവും ബാക്കി 2 തട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 3 ഐറ്റമാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അതിന് കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പോൾ പതിയെ കാര്യം മനസ്സിലാവും. 3 തട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ. ഇതെല്ലാം എന്താ പറയുക, ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കും കാര്യം മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ച് വെച്ച് നാളെ എടുക്കാം. സുൽത്താന പീസ് കടല കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ തൊലി എൻ്റെ കയ്യിൽ തുപ്പി തന്നു കേട്ടോ. സുൽത്താൻ അവിടെ ഇരിക്കുമോ? സുൽത്താനെ നമുക്ക് ഇരുത്താം. അപ്പോൾ അവൾക്ക് കൈക്കൂലിയായിട്ട് നമുക്കൊരു പീസ് കടല കൊടുത്തു നോക്കിയാലോ. കൈക്കൂലി ആയതുകൊണ്ടായിരിക്കും വേണ്ടാത്തത്. കണ്ടല്ലോ, കൈക്കൂലി ഒന്നും മേടിക്കുന്ന ആളല്ല കേട്ടോ സുൽത്താൻ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന റിസൾട്ട്. ഒന്നും പറ്റിയിട്ടില്ല, ഒരനക്കവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ചെറുതായിട്ട് നനവുണ്ടായിരുന്ന പയറൊക്കെ ആയിരുന്നു ഇത്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ മുതിരയിലും പയറിലും കടലിലൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 3 തട്ടും കിട്ടിയില്ലേ? ആദ്യം ഫസ്റ്റിലെ നമ്മൾ 1 വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതാ നമുക്ക് 3 തട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല രീതിയിൽ പയറെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഈ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കാൻ പറയുന്നത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരോട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരോട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാരോടൊക്കെ പറയാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ സ്പ്രൗട്ടഡൊക്കെ. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്, ഇരട്ടിക്കാണ്, ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഗുണങ്ങൾ നോക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുതിര കണ്ടോ, മുതിര ഇങ്ങനെ നിങ്ങൾ ഒറ്റയടിക്ക് ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ മുളച്ചതായിട്ട് തോന്നില്ല. പക്ഷേ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ടോ എല്ലാത്തിലും ഒരൊറ്റ മുതിരയില്ലാതെ എല്ലാം നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട്. കണ്ടോ, മുതിരയ്ക്കൊക്കെ ഭയങ്കര ഗുണമാണ്, കുതിരയുടെ ശക്തിയാണെന്നൊക്കെയല്ലേ പറയണത്. ഞാനിത് തോരൻ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചീരയിലേക്ക് ഇട്ടിട്ട് തോരൻ വയ്ക്കും. ആ സമയത്ത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇവർ കഴിക്കില്ല. വലിയ ടേസ്റ്റ് എന്ന് പറയാൻ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും, പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ പറയും കുതിരയുടെ ശക്തിയാണ്, ഓടിപ്പിടുത്തം കളിക്കുമ്പോൾ ഓടണമെങ്കിൽ അത്ര ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ കൊടുക്കണത്. കഴിക്കുമ്പോൾ തന്നെ പറയും എന്നും ഞങ്ങൾക്ക് കുതിരയുടെ ശക്തി വേണ്ടാന്ന്. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ. പീസ് കടലയൊക്കെ മുളപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പീസ് കടല കറി വെക്കുമ്പോൾ പോലും ഇങ്ങനെ മുളപ്പിച്ചിട്ട് കറി വെച്ചോ, സാധാ രീതി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഗുണങ്ങൾ കൂടുതലുള്ളത്. ഇനി ഈ പാത്രത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണത് എല്ലാവരും കാണിച്ചിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ഒരു ദിവസം ഇട്ടതിന് ശേഷമാണ്, ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഈ പാത്രത്തിലിടുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല, നേരിട്ട് വെള്ളത്തിലിട്ട് ഇതിൽ വെച്ചിരുന്നാൽ പോരെ, എന്തിനാ വീണ്ടും ഒരു ദിവസം കുതിർക്കാനായിട്ടിരിക്കുന്നത്? അപ്പോൾ ഇതല്ലേ ബെറ്റർ. അപ്പോൾ കുതിർത്ത് എടുക്കാനായിട്ടൊന്നും നിങ്ങൾ നിൽക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം, ഇനിയുള്ള വീഡിയോയിൽ സുൽത്താനയും കൂടി ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവളെയും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കും. താങ്ക് യു ഡിയേഴ്സ്.